ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ഡ്രസ്സ് മാറി സെറ്റായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, -ആണിപ്പം. അങ്ങനെ നമ്മൾ കടയിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ മീഗ്രോസിലോട്ടാണ് പോകുന്നത്. ഒരു 2-3 മാസമായിട്ട് മീഗ്രോസ് അടച്ചിട്ടേക്കുമായിരുന്നു റെനോവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു വീണ്ടും ഉദ്ഘാടനം. നമ്മളിത് ഇന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ പോണ വഴിയാണ്. അവിടെ വീട് തൊട്ട് ബാക്കിലുണ്ട്. നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്. സണ്ണി ഡേ ആണ്, പക്ഷെ നല്ല തണുപ്പുണ്ട്. പക്ഷെ എനിക്ക് ചൂടെടുക്കുന്നു. ഐ ഡോണ്ട് നോ വൈ. അമ്മൂന് ചൂട് കാലത്ത് തണുക്കും, തണുപ്പ് കാലത്ത് ചൂടെടുക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതര ജീവിതമാണ് അമ്മൂസിൻ്റെ. നമ്മളൊരു സംഭവം ഡെലിവറി ചെയ്തത് പോസ്റ്റ് ഓഫീസിൽ വന്ന് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു സ്ലിപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ ഡീറ്റെയിൽസ് ഷീച്ചേട്ടൻ പറയുവാണേ. വലുതൊക്കെ ആണെങ്കിലേ എത്ര നമ്മൾ അന്ന് എടുത്താൽ ഇത്ര രൂപ, അങ്ങനെ നമ്മൾ ഒരാൾ എടുത്തില്ല നോക്കൂ. അങ്ങനെയില്ല അതിനകത്ത് പൈസ പേ ചെയ്യേണ്ടി വരും നമ്മള്. നമുക്ക് ഫ്രീ ആയിട്ട് സ്നോമാനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ക്രിസ്മസ് ട്രീ വെച്ചു. ഞങ്ങള് വഴി വന്നിട്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഉണ്ടായില്ല. ആ ശരിയാ, റെയിൻഡിയർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെവിടെയുണ്ട് ക്രിസ്മസ് അപ്പാപ്പന്റെ മറ്റേ വണ്ടിയുണ്ട്, റെയിൻഡിയറിന്റെ വണ്ടി. പതുക്കെ ക്രിസ്മസ് വൈബൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് വൈബുകൾ പതുക്കെ ആയി തുടങ്ങി. ഇവിടെ സ്ട്രീറ്റിലൊക്കെ ലൈറ്റൊക്കെ ആയി. ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ലൊസാനിൽ ഓപ്പൺ ആയി. അതുപോലെ തന്നെ മോൺട്രൂലൊക്കെ ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഫുൾ ക്രിസ്മസ് വൈബ് തുടങ്ങി ഏകദേശം. ഇതേ ക്രിസ്മസ് പാപ്പ, റെയിൻഡിയർ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇതൊരു ഇങ്ങനെ ഗാർഡൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ് കേട്ടോ. പ്ലാന്റ്സ് അങ്ങനെയൊക്കെയുള്ള ഷോപ്സാണ്. ക്രിസ്മസ് ഡെക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിതാ മീഗ്രോസിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മീഗ്രോസ് വീണ്ടും തുറന്നിരിക്കുന്നു. വിൻ്റർ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടുണ്ട് മീഗ്രോസിൽ. നമ്മുടെ മീഗ്രോസ് മൊത്തം മാറിപ്പോയി. ഇതാണ് വേസ്റ്റ് കളയാനുള്ള സെക്ഷൻസ്. നമ്മൾ വേസ്റ്റ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബോട്ടിൽസിനൊക്കെ ആയിട്ട് പ്രത്യേക സ്ഥലം. അലുമിനിയം, CD, ബാറ്ററി. ഇപ്പം നമ്മളിത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ അലുമിനിയം. അമ്മൂസ് അങ്ങനെ ട്രോളി എടുക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മീഗ്രോസിൻ്റെ റെനോവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പോയ ദിവസം ഫുള്ള് നമുക്ക് അബദ്ധങ്ങളല്ല, നമ്മുടെ സംഭവങ്ങളൊന്നും നടക്കണ്ടായില്ല. കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഫെയിലായി. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഫസ്റ്റ് ഡേയിൽ പോയിട്ട് സംഭവിച്ചിട്ടുണ്ടായി. കിൻഡറിൻ്റെ ആണല്ലോ. ആയിരിക്കും. ഇല്ല, അത് മനുഷ്യൻ തന്നെ ആയിരിക്കും. പൂച്ചയുടെ ഫുഡ് വേറെ സെക്ഷനല്ലേ. ചോക്ലേറ്റ് സെക്ഷൻ. ഫെറാറി റോഷർ. കുഞ്ഞിയതുണ്ട് കേട്ടോ. പിരമിഡ്.
ടോഫിയുടെ ഉണ്ട്. ഏഷ്യൻ സെക്ഷൻ. ഈ ഏരിയ ഫുൾ ഏഷ്യൻ സെക്ഷൻ ആണ്. ബഡ്ജറ്റ് മതി. നമ്മൾ ബഡ്ജറ്റ് എടുത്തു ഏറ്റവും താഴെ. ആ കെച്ചപ്പ് ഉണ്ടോ? ഇല്ല. അത് മറ്റേ സെക്ഷനിൽ നിന്ന് എടുക്കാം. പൂക്കിക്കുള്ള സംഭവങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. ആൻറ്റി ഹെയർ ബോൾ പേസ്റ്റ് അറിയില്ല. സെക്ഷൻ ഫുള്ള് ആനിമൽസിൻ്റെയാണ്. എന്താ ആനിമോ. നോർമലി പോക്കിക്കുള്ള ഫുഡൊക്കെ നമ്മൾ നെസ്ലയുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊരു ട്രീറ്റൊക്കെ വാങ്ങും. പക്ഷേ എല്ലാ ട്രീറ്റും നമ്മൾക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഇത് നമ്മുടെ മറ്റേ ബയോ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടുള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് സെൽഫ് ബില്ലിങ് ഇവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അമ്മൂസ് ഇനി ഇവിടെ നമുക്ക് സാന്താക്ലോസിന് ലെറ്റർ അയക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് ലെറ്റർ അയക്കാൻ പറ്റും. അപ്പോൾ തിരിച്ച് ഇവർക്ക് റിപ്ലൈ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ സാന്താക്ലോസിനുള്ള ലെറ്റർ അമ്മ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ടു പെഹദ നോയൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പെഹദ നോയൽ എന്ന് വെച്ചാൽ ക്രിസ്മസ് ഫാദർ. അപ്പോൾ അമ്മൂസ് ഇതേ അഡ്രസ്സൊക്കെ എഴുതി ലെറ്റർ അയക്കുകയാണ്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം തിരിച്ച് റിപ്ലൈ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. എന്താ മുട്ടത്? ഇത് ക്രിസ്മസ് പാപ്പന് ഒരു ലെറ്റർ. ഇത് അയച്ചു കഴിഞ്ഞിട്ട് ക്രിസ്മസ് പാപ്പൻ നമുക്ക് ഇതിൻ്റെ ഇതിൽ ഇച്ചിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സിൽ കിട്ടും. അവരൊരു തിരിച്ചൊരു ലെറ്റേഴ്സ് അയക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? യെസ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ബ്ലാക്ക് ഫ്രൈഡേ ആയിരുന്നല്ലോ. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മളതേ കുറച്ച് വാർഡ്രോബ് ഐക്കയിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ ഹോം ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ എമൗണ്ട് പേ ചെയ്യണം. ഡെലിവറിക്ക് വേറെ എമൗണ്ട്, അങ്ങനെയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതേ വാർഡ്രോബ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ 2 എണ്ണം നമ്മൾ ഓൺലൈനായിട്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, അമ്മൂൻ്റെ കുറേ ആക്ഷൻസൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 2 ദിവസം എടുത്തിട്ടാണ് രണ്ടും ഫിക്സ് ചെയ്തത്. പിന്നെ ഫസ്റ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ. അങ്ങനെ ഓരോന്നും നോക്കി നമ്മൾ പതുക്കെ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂസതേ അമ്മൂൻ്റേതായിട്ടുള്ള കളികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കിയാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്നിട്ട് അവളുടേതായിട്ടുള്ള കളികൾ പൂക്കിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലമാരയൊക്കെ ഏകദേശം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഡോറും കൂടിയേ വെക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ശരിക്കും ഒരു ഫാമിലി ടൈം തന്നെയായിരുന്നു കേട്ടോ. നമുക്കും ഇത് 3 പേരും കൂടെ എല്ലാവരുടെയും എഫേർട്ടൊക്കെ ഇട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ശരിക്കും ഒരു ഫാമിലി ടൈം തന്നെയായിരുന്നു അത്. ഒരു കാര്യം മറന്നുപോയി, 3 പേരല്ല കേട്ടോ, 4 പേര്. പൂക്കിയും കൂടെ ഉണ്ടായിരുന്നേ. പൂക്കിനിടയ്ക്കൊന്ന് വിട്ടുപോയതാണ്. അപ്പോൾ അതേ നമ്മൾ അലമാരയൊക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഫുള്ളും അങ്ങനെ നമ്മുടെ പോയിട്ടോ. അപ്പോൾ അലമാരയുടെ ഒപ്പം തന്നെ ഈ ഒരു സംഭവം കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തലേ ദിവസം ഫിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ അലമാരയും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.